നീ ഫോട്ടോയിലുള്ളതിനേക്കാൾ ഒരുപാട് സുന്ദരിയാ, ഒരുപാട്. പറയുന്നതിൻ്റെ കൂടെ അവളുടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തിയിരുന്നു അവൻ. ഭയത്തിൽ അവൾ ഒരുപാട് കുതറിഞ്ഞു. അവനെ തള്ളി മാറ്റാനും ശ്രമിക്കുന്നുണ്ടെങ്കിലും അയാൾക്ക് മുൻപിൽ അതൊന്നും വില പോകുന്നുണ്ടായിരുന്നില്ല. ഭയവും ടെൻഷനും അവനെ വല്ലാതെ തളർത്തി. പ്രതികരിക്കാനും അവനെ എതിർക്കാനുമുള്ള ധൈര്യം അവളിൽ കുറഞ്ഞു വരുന്നുണ്ടായിരുന്നു. എന്നാൽ പെട്ടെന്നാണ് വലിയ ശബ്ദത്തോടു കൂടി ആ മുറിയുടെ ഡോർ അവൾക്ക് മുൻപിൽ തുറന്നു വന്നത്. നിമിഷ നേരം കൊണ്ട് മുറിക്കകത്തേക്ക് കയറിയ അബി അവൻ്റെ ഷർട്ടിൽ പിടിച്ചു വലിച്ച് അവൻ്റെ കരണത്ത് ആദ്യത്തെ അടി അടിച്ചിരുന്നു. ആ അടിയിൽ തന്നെ അവൻ തളർത്തി. വേദന കൊണ്ട് പുകഞ്ഞവൻ അബിയെ തല ഉയർത്തി നോക്കും മുൻപേ അവൻ്റെ കവിളിൽ അടുത്ത കൈയും പതിഞ്ഞിരുന്നു. ആര് പറഞ്ഞിട്ടാ നീ ഇതിനിറങ്ങിയത്? അവൻ്റെ കഴുത്തിന് പിടിച്ച് ചുവരിൽ അമർത്തുമ്പോൾ ദേഷ്യം കൊണ്ട് വിറയ്ക്കുകയായിരുന്നു അബി. സഞ്ജു പറഞ്ഞിട്ടാ ഞാൻ. വേദന കടിച്ചമർത്തി വാക്കുകൾ പെറുക്കി അവൻ പറയുമ്പോൾ കേട്ട പേര് വിശ്വസിക്കാൻ കഴിയാതെ തറഞ്ഞു നിന്നു പോയിരുന്നു ആവണി. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അതേസമയം അയാളെ ദേഷ്യത്തിൽ താഴേക്ക് തള്ളിയിട്ട് നേരെ ആവണിയുടെ അടുത്തേക്ക് പോയിരുന്നു അബി. ആകെ തകർന്നു നിൽക്കുന്ന അവളുടെ വലത്തെ കൈ പിടിച്ചു വലിച്ചുകൊണ്ട് അബി അവൻ്റെ അടുത്ത് പോയി. എന്നിട്ട് നിലത്ത് കിടക്കുന്നവൻ്റെ നെഞ്ചിൽ കാല് വെച്ച് അവൻ അലറി. ഇനി ഇവൾക്ക് നേരെ തിരിയുമ്പോൾ ഓർത്തോ, രണ്ടമ്മമാരിൽ ജനിച്ചതാണെങ്കിലും ഞങ്ങൾക്ക് ഒരച്ഛനാണ്. അതുകൊണ്ട് ഇനി എൻ്റെ പെങ്ങളെ നേർക്ക് വന്നാൽ. അവനെ നോക്കി കൈ ചൂണ്ടി പറയുന്നതിൻ്റെ കൂടെ അവളുടെ കൈ പിടിച്ച് പുറത്തേക്ക് പോയിരുന്നു അവൻ. പക്ഷേ അപ്പോഴും അവൻ്റെ വാക്കുകളിൽ തരിച്ചിരിക്കുമായിരുന്നു ആവണി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഒരു നിമിഷം അവൾ അബിയെ തന്നെ നോക്കി നിന്നു. എപ്പോഴത്തെയും പോലെ ആ മുഖം നിറയെ ഗൗരവമാണ്. പെട്ടെന്ന് കാറിനടുത്തെത്തിയതും അബി കാറിൻ്റെ ഡോറ് തുറന്ന് അവളെ അകത്തേക്ക് കയറ്റിയിരുന്നു. ഒന്നും പറയാതെ ആ കാറ് മുന്നോട്ട് നീങ്ങുമ്പോൾ അവൻ്റെ മനസ്സ് നിറയെ സഞ്ജുവിനെ കൊല്ലാനുള്ള ദേഷ്യമുണ്ടായിരുന്നു. ആ മുറിയിൽ നിൽക്കുന്ന ആവണിയെ കണ്ടപ്പോഴുള്ള അവളുടെ അവസ്ഥ. സ്റ്റിയറിങ്ങിൽ കൈമുറുകി ദേഷ്യം നിയന്ത്രിക്കുമ്പോൾ അവൻ്റെ മനസ്സ് നിറയെ അവനിലായിരുന്നു, സഞ്ജുവിൽ. വീടിന് മുൻപിൽ കാറിൽ നിന്ന് ഉടനെ അവൻ്റെ കണ്ണു പോയത് അവരെ കാത്തു നിൽക്കുന്ന ഏട്ടത്തി എന്ന് വിളിക്കുന്നതിൻ്റെ കൂടെ ഓടിച്ചെന്ന് ആ മാറിലേക്ക് ചായുന്ന ആവണിയെ ഒന്ന് നോക്കിയതിനു ശേഷം അവൻ കാറ് തിരിച്ചു പോയി കഴിഞ്ഞിരുന്നു. അച്ഛൻ്റെ ഗസ്റ്റ് ഹൗസിലിരുന്ന് മദ്യപിക്കുകയാണ് സഞ്ജു. പെട്ടെന്ന് വീടിൻ്റെ കതക് തള്ളി തുറന്ന് ആരോ അകത്തേക്ക് കയറിയതും അവൻ്റെ ശ്രദ്ധ അവിടേക്ക് പോയി. എന്നാൽ അവനൊന്ന് ശബ്ദിക്കുന്നതിന് മുൻപ് തന്നെ അബിയുടെ ആദ്യത്തെ ചവിട്ട് നിലത്തേക്ക് വീണിരുന്നു സഞ്ജു. ഒന്ന് ശ്വാസം ഇടാൻ പോലും അവൻ സമയം കൊടുക്കാതെ അവൻ്റെ ശരീരം മുഴുവൻ അബി തല്ലി ചതയ്ക്കുമ്പോൾ അവൻ്റെ മനസ്സ് നിറയെ കുറച്ചു മുൻപ് ചിത്രയുടെ മാറിൽ പറ്റിച്ചേർന്ന് കിടന്ന് കരഞ്ഞ ആവണിയുടെ മുഖമായിരുന്നു. അവസാനം രക്തത്തിൽ കുളിച്ചു കിടക്കുന്നവൻ്റെ നെഞ്ചിൽ കാലമർത്തി അബി അവനെ നോക്കി അലറി. ഇനി നിന്റെ ദുഷിച്ച കണ്ണ് എൻ്റെ പെങ്ങളെ മേൽ വീണാൽ ഇപ്പം നിനക്ക് ഭിക്ഷയായി തന്ന ജീവൻ ഞാനിങ്ങെടുക്കും. സഞ്ജുവിന് ഒരു അന്ത്യാശാസന കൊടുത്ത് അബി അവിടെ നിന്ന് പോകുമ്പോൾ ഒരൊറ്റ ശ്വാസത്തിന് വേണ്ടി പിടയ്ക്കുകയായിരുന്നു അവൻ. വീടിനകത്തേക്ക് കയറിയ ഉടനെ ആർക്കും മുഖം കൊടുക്കാതെ അബി ബാത്റൂമിലേക്ക് കയറി. സഞ്ജുവിനെ എത്രയൊക്കെ തല്ലിച്ചതച്ചിട്ടും മതി വരാത്തതുപോലെ. പക്ഷേ ഇപ്പോൾ വെറുതെ ഇരുന്നേ പറ്റൂ. ഒരു ടവൽ മാത്രം എടുത്ത് അബി പുറത്തേക്ക് വരുമ്പോൾ അവനെ കാത്ത് ചിത്ര ബെഡിലിരിക്കുന്നുണ്ടായിരുന്നു. പുറത്തേക്ക് വന്ന അബിയെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് ആ നെഞ്ചിൽ മുഖമർത്തുമ്പോൾ അവളുടെ മനസ്സ് നിറയെ അവനോടുള്ള ബഹുമാനമായിരുന്നു. ആവണിയല്ല ആ സ്ഥാനത്ത് മറ്റാരാണെങ്കിലും അബി അവരെ സഹായിക്കുമെന്ന് അവൾക്കറിയാം. കാരണം അവനെ പ്രസവിച്ച് അവൻ അറിവ് പകർന്നു കൊടുത്തത് അവൻ്റെ അമ്മയാണ്, ദുർഗാദേവി. ഐസുവിനുള്ളിൽ കിടക്കുവാണ് സഞ്ജു. അവന് പുറത്ത് കാവലിരിക്കുവാണ് സഹദേവൻ. സെക്യൂരിറ്റിയിൽ നിന്ന് അവിടേക്ക് വന്ന് അവനെ അടിച്ചത് അബിയാണെന്ന് അയാൾക്ക് മനസ്സിലായിട്ടുണ്ട്. തൻ്റെ മകനെ ഈ അവസ്ഥയിലാക്കി അവനെ തകർക്കാനുള്ള ആയുധം അയാൾ പുറത്തെടുക്കാൻ തീരുമാനിച്ചു. ഓഫീസിൽ നിന്ന് ഫ്ലാറ്റിലേക്ക് വന്ന് കയറിയ ഉടനെ ഒന്ന് ഫ്രഷായി സോഫയിലിരിക്കുവാണ് ചന്ദ്രു. ഇത്ര ദിവസം ഓരോ അലച്ചിലായിരുന്നു അവൻ. സ്വന്തം കാലിൽ നിൽക്കാനുള്ള പരിശ്രമം. രാപ്പകലില്ലാതെ കഷ്ടപ്പെടുമ്പോഴും മനസ്സ് നിറയെ ജയിക്കാനുള്ള വാശിയായിരുന്നു. ഇത്ര കാലം കൊണ്ട് നടന്നതിനൊന്നും തൻ്റേതല്ല എന്ന തിരിച്ചറിവിൽ സ്വയം പലതും നേടിയെടുക്കാനുള്ള അധ്വാനം. ഒരു പരിധിവരെ അത് വിജയിക്കുകയും ചെയ്തു. താൻ ഏറ്റവും അടുത്ത സുഹൃത്തായ സിദ്ധാർത്ഥും കാരണമാണ് അവനെ സഹായിച്ചത് പോലും. ഒരു ദീർഘശ്വാസമെടുത്ത് സോഫയിലേക്ക് ചാരി കണ്ണുകൾ അടച്ചതും
അവൻ്റെ ഫോണിലേക്ക് ഒരു കോള് വന്നു. വേഗം ഫോണെടുത്ത് ചെവിയിലേക്ക് ചേർക്കുമ്പോൾ അവൻ്റെ മനസ്സ് എന്തിനാണെന്നറിയാതെ ഒന്ന് തുടിച്ചു. എന്നാൽ മറുപുറം കേട്ട വാർത്തയിൽ ആകെ ഞെട്ടിത്തരിച്ചൊരു നിമിഷം നിന്നുപോയിരുന്നു അവൻ. കുളിച്ച് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ വല്ലാത്തൊരു ഉന്മേഷം തോന്നിയിരുന്നു ആവണിക്ക്. കുറച്ച് ദിവസമായിരുന്നു മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന വലിയ പ്രശ്നം ഇന്ന് സോൾവ് ആയിരിക്കുന്നു. അതിനേക്കാൾ വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ അഭിയേട്ടൻ തന്നെ ചേർത്ത് പിടിച്ച് സഹോദരിയാണെന്ന് പറഞ്ഞിരിക്കുന്നു. തനിക്കൊരു പ്രശ്നം വന്നപ്പോൾ അതുവരെയുള്ള എല്ലാ പിണക്കവും മാറ്റിവെച്ച് തനിക്ക് വേണ്ടി വന്നിരിക്കുന്നു. ഒരുപക്ഷെ ഇന്ന് ചന്ദ്രുവേട്ടനുണ്ടായിരുന്നെങ്കിൽ തനിക്ക് വേണ്ടി എന്താണ് ചെയ്യുക, അതുതന്നെയാണ് അഭിയേട്ടനും ചെയ്തത്. അവളുടെ മനസ്സ് നിറഞ്ഞു. മുറിയിലേക്ക് കയറിയ ആവണിയുടെ ശ്രദ്ധ ചെന്നെത്തിയത് ഒരു പുസ്തകം തുറന്നു പിടിച്ചിരിക്കുന്ന അമ്മയിലാണ്. ഇപ്പോൾ അമ്മ സ്വയം തന്നിലേക്ക് തന്നെ ഒതുങ്ങിക്കൂടി. ആദ്യം അമ്പലത്തിൽ പോകാനെങ്കിലും പുറത്തിറങ്ങുമായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഒന്നിനും താല്പര്യമില്ല. ഈ മുറിയിൽ തന്നെ. രാത്രി 10 മണിയോടെ അടുത്തതും മഹേശ്വരിയുടെ കാറ് ഹോസ്പിറ്റലിന് മുൻപിൽ വന്നു നിന്നു. അതിൽ നിന്നിറങ്ങിയ അവർ തിരക്കപ്പെട്ട ഐസിയുവിലേക്ക് പോയതും ആദ്യം കണ്ണിൽപ്പെട്ടത് എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ തകർന്നിരിക്കുന്ന സഹദേവനിലേക്കാണ്. വേഗമായി അയാളുടെ അടുത്തേക്ക് ചുവടുകൾ വയ്ക്കുമ്പോൾ ഐസിയുവിൽ കിടക്കുന്ന സഞ്ജുവിന് സംഭവിച്ചത് എന്താണെന്നറിയാനുള്ള ആകാംക്ഷ അവരിലുണ്ടായിരുന്നു. ചന്ദ്രുവിനേക്കാൾ അല്ലെങ്കിൽ ചന്ദ്രുവേക്കാൾ തനിക്ക് സഞ്ജു പ്രിയപ്പെട്ടവനല്ലെങ്കിൽ കൂടി അവനും തൻ്റെ കൊച്ചുമകനാണ് എന്നുള്ള ചിന്ത അവരിലുണ്ടായിരുന്നു. സമ്പത്തിനെയും പ്രതാപത്തിനെയും മാത്രം സ്നേഹിക്കുന്ന മഹേശ്വരിയുടെ മനസ്സിൽ ആൺമക്കളുടെ കുഞ്ഞുങ്ങൾക്ക് മാത്രമേ സ്ഥാനമുണ്ടായിരുന്നുള്ളൂ. അതൊരു ആൺകുട്ടിയാണെങ്കിൽ അതിനോട് കുറച്ച് കൂടും. എന്നാൽ തൻ്റെ മകളിൽ ജനിച്ച സഞ്ജുവിനോട് അവർക്ക് ആവണിയോടുള്ളതിനേക്കാൾ ഇഷ്ടമുണ്ട്. അതിനൊരു കാരണം അവൾ പെൺകുട്ടിയും സഞ്ജു ആൺകുട്ടിയുമാണ് എന്നുള്ളത് തന്നെയാണ്. എന്നാൽ അതിനേക്കാൾ ഉപരി ഇപ്പോൾ മറ്റൊരു കാരണവുമുണ്ട്. ചന്ദ്രു എന്തായാലും ഈ സ്വത്തുക്കളൊന്നും ഇനി സ്വീകരിക്കില്ലെന്നും അവർക്കുറപ്പായിരുന്നു. എന്തായാലും ആവണിയിലേക്ക് തന്നെ പാരമ്പര്യ വസ്തുക്കളൊന്നും അവർ കൈമാറാൻ തയ്യാറായിരുന്നില്ല. അതിന് കാരണം അവൾ പെൺകുട്ടി ആയതുകൊണ്ട് അവളുടെ സ്വത്തുക്കളുടെ എല്ലാ ഉടമസ്ഥാവകാശവും അവളുടെ ഭർത്താവിലേക്കും അയാളുടെ വീട്ടുകാരിലേക്കും പോകുമെന്നുള്ളത് തന്നെയാണ്. അതേസമയം സഞ്ജുവിനെ ഏൽപ്പിക്കുകയാണെങ്കിൽ സ്വത്തുക്കൾ ഒരിക്കലും തൻ്റെ പരിധി വിട്ട് പോകില്ലെന്ന് അവർക്കറിയാം. സഹദേവ. ഐസുവിന് മുൻപിൽ തല താഴ്ത്തിയിരിക്കുന്ന സഹദേവനെ വിളിച്ചതും അയാൾ തല ഉയർത്തി അവരെ ഒന്ന് നോക്കി. സഞ്ജുവിന് എങ്ങനെയാ ആക്സിഡന്റ് ഉണ്ടായത്? സഹദേവനെ നോക്കി ഗൗരവത്തിൽ ചോദിക്കുന്നതിൻ്റെ കൂടെ തന്നെ അയാൾക്കടുത്തുള്ള ചെയറിലേക്ക് ഇരുന്നിരുന്നു അവർ. അമ്മയുടെ മകൻ്റെ ഒരു അഭേദ സന്തതി ഉണ്ടല്ലോ, ഒരു തല തെറിച്ചവൻ. അവൻ സ്വത്തുക്കൾ കിട്ടാൻ വേണ്ടി എൻ്റെ മോനെ മനഃപൂർവ്വം കൊല്ലാൻ ശ്രമിച്ചതാ. മഹേശ്വരിയെ നോക്കി പുച്ഛത്തോടെയും ദേഷ്യത്തോടെയും സഹദേവൻ പറഞ്ഞു നിർത്തുമ്പോൾ അയാളുടെ ഉള്ളിൽ എല്ലാവരോടുമുള്ള ദേഷ്യം ഉയർന്നു നിന്നു. എന്നാൽ ഇതേ സമയം സഹദേവന്റെ വെളിപ്പെടുത്തൽ ആകെ ഞെട്ടിത്തരിച്ചു നിൽക്കുകയായിരുന്നു മഹേശ്വരി. അഭിയിൽ നിന്ന് ഇങ്ങനെ ഒരു നീക്കം അവർ തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു ഞെട്ടിലോടെയാണ് അവർ ഈ വാർത്ത കേട്ടു നിന്നത്. അവരുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. ഒരുപക്ഷെ സഞ്ജു ഈ അവസ്ഥയിലായി എന്നതിനേക്കാൾ അഭിയാണ് ഇതിന് കാരണം എന്നുള്ളതാണ് അവരെ ദേഷ്യം പിടിപ്പിച്ചത്. അവൻ്റെ ഓരോ പ്രവൃത്തിയും അവരെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തുന്നത് പോലെയായിരുന്നു. അവനെ വെറുതെ വിടരുത് സഹദേവ, എല്ലാത്തിനും കൂടെ ഒന്നിച്ച് അവന് കൊടുക്കണം. അയാളെ നോക്കി അത് പറയുമ്പോൾ ദേഷ്യം കൊണ്ട് വിറയ്ക്കുകയായിരുന്നു അവർ. അന്നത്തെ രാത്രി തിരികെ ഈശ്വരമഠത്തിലേക്ക് പോകുമ്പോൾ മനസ്സ് നിറയെ സഹദേവൻ പറഞ്ഞ വാക്കുകളായിരുന്നു. അത് നടപ്പിലാക്കണം. അടുത്ത ദിവസം കാലത്ത് അഭിയേട്ടനും ഒരു നന്ദി പോലും പറഞ്ഞില്ലല്ലോ എന്ന് ഓർത്തപ്പോൾ അത് പറയാൻ ഓടി അവൻ്റെ മുറിയിലേക്ക് പോയതാണ് ആവണി. പക്ഷെ മുറി വരെ ഓടിയെത്തിയപ്പോൾ ഉണ്ടായിരുന്ന ധൈര്യം അവൾക്ക് കതകിൽ മുട്ടാൻ മാത്രം വന്നില്ല. അതുകൊണ്ട് മുറിക്ക് പുറത്തുനിന്ന് താളം ചവിട്ടുകയാണ് അവൾ. ഓഫീസിൽ പോകാൻ റെഡിയായി നിൽക്കുവാണ് അഭി. അവനടുത്ത് ചിത്രയും നിൽപ്പുണ്ട്. തൻ്റെ കയ്യിൽ വാച്ച് കെട്ടുന്നവൻ്റെ അടുത്തേക്ക് ചിത്ര ഫോണും കാറിൻ്റെ കീയും കൊണ്ടുപോയി. ഇന്ന് വൈകിട്ട് നേരത്തെ വരുമോ? എനിക്കൊന്ന് അമ്പലത്തിൽ പോകണം. അവൻ്റെ കയ്യിലേക്ക് ഫോണും കാറിൻ്റെ കീയും വെച്ചു കൊടുക്കുന്നതിനിടയിൽ ചിത്ര ചോദിച്ചു. അത് വാങ്ങി അഭി ചിത്രയെ ഒന്ന് നോക്കി. താൻ പോയിട്ട് വാ, ഞാൻ ഡ്രൈവറോട് പറയാം. പറയുന്നതിൻ്റെ കൂടെ ഫോൺ വാങ്ങി മുന്നോട്ട് നടന്നവൻ്റെ കയ്യിൽ കയറി പിടിച്ചിരുന്നു ചിത്ര. ഞാൻ നിങ്ങളുടെ ഡ്രൈവറിനെയല്ല കല്യാണം കഴിച്ചത്, നിങ്ങളെയാ. പറയുന്നതിൻ്റെ കൂടെ വീർത്തു വരുന്ന ചിത്രയുടെ കവളിലേക്കൊന്ന് നോക്കി അവൻ. പിന്നെ ഒരു ചിരിയോടെ അവളെ തന്നോട് ചേർത്ത് പിടിച്ച് വലത്തേക്ക് അവളിൽ പല്ലമർത്തി. റെഡിയായി നിൽക്കണം,
ഒരു ചെറുചിരിയോടെ പറയുന്നവനെ ചിത്ര കണ്ണുമിഴിച്ച് നോക്കി നിന്നുവെങ്കിലും അവളെ നോക്കാതെ അവൻ കതകിനടുത്തേക്ക് നടന്നിരുന്നു. പെട്ടെന്ന് അഭി കതക് തുറന്നതും അവൻ്റെ കണ്ണുകൾ പോയത് കതകിനടുത്ത് നിൽക്കുന്ന ആവണിയിലാണ്. അവളെ ഒന്ന് നോക്കിയതിനു ശേഷം മൈൻഡ് ചെയ്യാതെ പുറത്തേക്ക് പോകുന്നവനെ ആവണി ഒന്ന് നോക്കി. അവളുടെ കണ്ണുകൾ അവൻ്റെ അവഗണനയിൽ നിറഞ്ഞു വന്നു. ഏട്ടാ, ഒരു തേങ്ങലോടെയുള്ള അവളുടെ വിളിയിൽ പിടിച്ചു കെട്ടിയതുപോലെ ഒന്ന് നിന്നു പോയിരുന്നു അഭി. താങ്ക്സ്. ഞാൻ എങ്ങനെ നന്ദി പറയേണ്ടത് എന്ന് എനിക്കറിയില്ല. അവൾ തൻ്റെ വാക്കുകൾ പൊറുക്കിയാകുന്നതിന് മുൻപ് അതിന് ചെവി കൊടുക്കാതെ മുൻപോട്ട് നടന്നു പോയിരുന്നു അവൻ. എന്നാൽ അവൻ്റെ ഈ പ്രവൃത്തി ആവണിയിൽ നല്ല വിഷമമുണ്ടാക്കി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. പെട്ടെന്ന് തോളിൽ ഒരു സ്പർശനം അറിഞ്ഞപ്പോൾ ആവണി തിരിഞ്ഞു നോക്കി. അവളെ നോക്കി നിൽക്കുന്ന ചിത്രയെ കണ്ടപ്പോൾ ആവണി അവളുടെ മാറിലേക്ക് ചാഞ്ഞു. വല്യേട്ടൻ എന്നോട് ദേഷ്യമാണോ ഏട്ടത്തി? അമ്മയും അച്ഛനും അച്ഛമ്മയും ചെയ്തതിനൊക്കെ വല്യേട്ടൻ എന്നോടും ഏട്ടനോടും ഒക്കെ എപ്പോഴും ദേഷ്യമായിരിക്കുമല്ലേ? അതുകൊണ്ടാണല്ലോ എന്നോട് മിണ്ടാത്തത് ഏട്ടത്തി. തൻ്റെ മാറിൽ ചാഞ്ഞു നിന്ന് ചെറിയ കുഞ്ഞിനോടെന്ന പോലെ സംസാരിക്കുന്ന ആവണിയോട് അവൾക്ക് വല്ലാത്ത വാത്സല്യം തോന്നി. മനുവേട്ടൻ ആരോടും ദേഷ്യമില്ല മോളെ. ആ പാവം കുറെ അനുഭവിച്ചതാ. അതൊക്കെ കാരണം കുറച്ച് ഗൗരവക്കാരനായി എന്നേ ഉള്ളൂ. ആ മനസ്സ് നിറയെ സ്നേഹവാ. പക്ഷേ അതാർക്കും പങ്കിട്ട് കൊടുക്കില്ല എന്ന വാശിയുമുണ്ട്. അത്രയേ ഉള്ളൂ. അപ്പോൾ ഏട്ടൻ ഒരിക്കലും ഞങ്ങളെയൊന്നും സ്നേഹിക്കില്ലേ, അംഗീകരിക്കില്ലേ? പ്രതീക്ഷയോടെ ചോദിക്കുന്ന ആവണിയെ ചിത്രമെന്ന് നോക്കി. ആ മനസ്സ് നിറയെ നിങ്ങളോടുള്ള സ്നേഹമാണ്. നിങ്ങളെ മനസ്സുകൊണ്ട് എപ്പോഴും അംഗീകരിച്ചതാണ്. പക്ഷേ അത് പ്രകടിപ്പിക്കില്ല എന്ന് മാത്രം. പക്ഷേ ഞാനില്ലേ, ഈ ഏട്ടനെ കൊണ്ട് മോളുടെ അടുത്ത ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചു തരും ഈ ഏട്ടത്തി, നോക്കിക്കോ. പറയുന്നതിൻ്റെ കൂടെ അവളുടെ കവിൾ പിടിച്ചു വലിച്ചിരുന്നു ചിത്ര. നിറഞ്ഞ കണ്ണുകൾക്കിടയിലും അവളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു ആവണി. ആ പോയ സാധനത്തിനെ എങ്ങനെയാ വളച്ചെടുത്തത്? ഒരു കുസൃതി ചിരിയോടുകൂടി ചിത്രയോട് ചോദിക്കുമ്പോൾ അതറിയാനുള്ള ആകാംക്ഷയായിരുന്നു ആവണിയുടെ കണ്ണുകളിൽ. എന്നാൽ അതിനുള്ള മറുപടിക്ക് പകരം അവളെ നോക്കിയൊന്ന് ചിരിച്ചു ചിത്ര. ആരും കൊടുക്കാത്തൊരു സാധനം കൊടുത്തു. ഒരുപാട് സ്നേഹം. പിന്നെ അത്ര തന്നെ കരുതലും പരിഗണനയും. ചെറുതായി നിറഞ്ഞ കണ്ണുകളോടെ ചിത്ര പറയുമ്പോൾ അവളെ തന്നെ നോക്കി നിന്നു ആവണി. ഏട്ടത്തി, ഞാനും മനുവേട്ടനും ഞങ്ങൾ രണ്ടുപേരും അനാഥര, ആരുമില്ലാത്തവർ. അതുകൊണ്ടായിരിക്കും പരസ്പരം ഉള്ളു തുറന്ന് സ്നേഹിക്കാനും മനസ്സിലാക്കാനും ഞങ്ങൾക്ക് കഴിയുന്നത്. അല്ലെങ്കിൽ തന്നെ ഒന്ന് ചേർത്ത് പിടിക്കാനോ സ്നേഹം പങ്കുവയ്ക്കാനോ ഞങ്ങൾക്ക് ഞങ്ങളല്ലാതെ വേറാരാ ഉള്ളത്? തൻ്റെ നിറഞ്ഞ കണ്ണുകൾ ഒരു ചിരിയിൽ ഒതുക്കി ആവണിയോടത് പറഞ്ഞ് അവൾക്ക് പിന്നെ മുഖം കൊടുക്കാതെ വേഗം മുറിയിലേക്ക് കയറിപ്പോയിരുന്നു ചിത്ര. അപ്പോഴും ചിത്രയുടെ വാക്കുകളിലും പ്രവൃത്തികളിലും തന്നെ തടഞ്ഞു നിൽക്കുകയായിരുന്നു ആവണി. ചിത്രയ്ക്ക് വാക്കു കൊടുത്തതുപോലെ തന്നെ വൈകിട്ട് നേരത്തെ വന്നിരുന്നു അഭി. മുറിയിലേക്ക് കയറിയ ഉടനെ ബാഗ് വെച്ച് തിരിഞ്ഞതും അഭിയുടെ കണ്ണുകൾ റെഡിയായി അവനെ കാത്തു നിൽക്കുന്ന ചിത്രയെ കണ്ടതും ഒന്ന് തെളിഞ്ഞു. ഒരു കടും നീല ബ്ലൗസും അതേ കളർ കഴയുള്ള കരുനീല നേരിയതുമാണ് അവളുടെ വേഷം. കഴുത്തിൽ താൻ കെട്ടിയ താലിയും നെറ്റിയിലൊരു കറുത്ത പൊട്ടും ചുവപ്പിച്ച സിന്ദൂരവും മാത്രമാണ് അവളുടെ അലങ്കാരം. പിന്നെ ആ കണ്ണുകൾ മാത്രമൊന്ന് കറുപ്പിച്ചിട്ടുണ്ട്. അവൾ ഒരുപാട് സുന്ദരിയാണെന്ന് തോന്നി അഭിക്ക്. അവൻ്റെ കണ്ണുകൾ അവളിൽ തന്നെ കുടുങ്ങി നിന്നു. മനുവേട്ട, തന്നെ മിഴിച്ചു നോക്കി നിൽക്കുന്ന അഭിയെ ചിത്രമൊന്ന് വിളിച്ചതും പെട്ടെന്ന് അവളുടെ കൈ പിടിച്ചു വലിച്ച് തന്നോട് ചേർത്ത് നിർത്തിയിരുന്നു അവൻ. അവളുടെ കഴുത്തിലേക്ക് മുഖം പൊഴുത്തി ആ ഗന്ധം ആഞ്ഞു വലിച്ചെടുത്തു അവൻ. കുറച്ചു നേരം അതേ നിൽപ്പ് നിൽക്കുമ്പോൾ ആ സമയം അവൾക്ക് തൻ്റെ അമ്മയുടെ ഗന്ധമാണെന്ന് തോന്നി അവന്. അമ്പലത്തിൽ പോകണ്ടേ? തന്നോട് ചേർന്ന് നിൽക്കുന്ന ചിത്ര പറയുന്നത് കേട്ടതും വെറുതെ മിഴികൾ ഉയർത്തി അവളെ തന്നെ ഒന്ന് നോക്കി അവൻ. പിന്നെ അവളുടെ നെറ്റിയിലൊന്ന് ചുണ്ട് ചേർത്ത് അവളിൽ നിന്ന് ഷർട്ടിൻ്റെ ബട്ടൺ അഴിച്ചു തുടങ്ങി. അപ്പോഴേക്കും അവനുള്ള ടവലും എടുത്ത് അവളടുത്തേക്ക് കൊണ്ടുകൊടുത്തിരുന്നു ചിത്ര. ഒന്ന് നന്നായി കുളിച്ച് അഭി പുറത്തേക്ക് വരുമ്പോൾ അവനൊടുക്കാനുള്ള കടുന്നീല കരയുള്ള ഷർട്ടും മുണ്ടും എടുത്തു വെച്ചിരുന്നു ചിത്ര. അഭിയുടെ കണ്ണുകൾ ഗൗരവത്തോടെ ചിത്രയെ ഒന്ന് നോക്കി. ഇന്നത്തെ ദിവസം എനിക്ക് വേണ്ടി പ്ലീസ്. അവൻ്റെ താടിയിൽ പിടിച്ചുകൊണ്ട് ചിത്ര കണ്ണു ചിമ്മി പറഞ്ഞതും അവളെ ഒന്ന് ഗൗരവത്തിൽ നോക്കിയതിനു ശേഷം അവൻ ഡ്രസ്സുമായി ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയി.